ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇതാക്കുന്നത് രാവിലെ ഉപ്പുമാവ് ഉണ്ടല്ലോ, ഉപ്പുമാവ് ഉണ്ടാക്കുകയാണേ. ഉപ്പുമാവിൽ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ട് നമ്മൾ കടുക് ഇതാക്കൂലേ, അത് ഉണ്ടാക്കുക കേട്ടോ. അത് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതൊന്നും കാണിക്കാതെ. അപ്പോൾ ഇതാണിന്ന് നമ്മളെ ഉപ്പുമാവാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ചിക്കൻ കറി ഒക്കെ കൂട്ടിനായിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതേപോലെ മൈസൂർ പഴം നേന്ത്രപ്പഴമാണെങ്കിലും അതൊന്ന് പുഴുങ്ങി, നേന്ത്രപ്പഴം ആകുമ്പോൾ അത് പുഴുങ്ങിയാണ്ട് ഇതിനൊക്കെ ഇട്ട് ഞാനിങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മുല്ലപ്പൂവിൻ്റെ മുട്ടൊക്കെ ഇരിഞ്ഞൊക്കെ ഉണ്ട്. അതായത് ഇരിഞ്ഞൊക്കെ മുട്ടൊക്കെ ഇഷ്ടമാരിട്ടിക്കണം. മുല്ലപ്പൂവിൻ്റെ മുട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പപ്പായ നമ്മളെ കറുത്തണ്ടല്ലോ, പപ്പായ എന്താക്കണേ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്താട്ടോ. അപ്പോൾ പഴുത്തിക്കണം. അപ്പം ഇത് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റിയ മധുരം ഉണ്ടാവൂലേ. അപ്പം ഇത് മാറ്റി വെച്ച് നമുക്കിത് നല്ലോണം ചെത്തി ഇതാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാം. പെരിക്ക് പറ്റൂല. അപ്പം എന്നേ പെരുന്നാളും നോലുമ്പൊക്കെ കഴിഞ്ഞില്ലേ, നല്ല ഇറച്ചിയും മീനും തിന്ന് മട്ടിച്ചില്ലേ. അപ്പം ജസീല അവിടെ അല്ല. അപ്പം ഞങ്ങളെ കൊണ്ട് വെക്കുന്ന മാതിരി സാമ്പാർ ഉണ്ടാക്കണം. വെറൈറ്റി സാമ്പാറാവുക അവിയലാവുക എന്നൊക്കെ വെച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞങ്ങളെ കൊണ്ട് വെക്കണ മാതിരി പച്ചക്കറികളൊക്കെ നുറുക്കിക്കാണ്ട് ഇത് എടുക്കണേ. തെങ്ങുണ്ട്, മത്തനുണ്ട്, മുരിങ്ങാക്കായുണ്ട്, കുമ്പളങ്ങല്ല മത്തൻ, അത് വെള്ളരി ഉണ്ട്. ഇതിൻ്റെ ഓരോ കഷ്ണങ്ങളുണ്ട്. പച്ചക്കറികൾ എല്ലാം കൂടുമ്പോഴാണല്ലോ സാമ്പാറാകുക. നമ്മുടെ അടുത്തുള്ളതൊക്കെ നമ്മുടെ അടുത്തില്ല. കിഴങ്ങ് അത് മതിയോ? കിഴങ്ങ് മതി, ഇത് മതി കിഴങ്ങ്. എല്ലാതും കുറച്ച് പെട്ടുകളും വെക്കാം. സാമ്പാറും പൊടി ഇട്ടാൽ മതി. എന്നിട്ട് ലാസ്റ്റ് ഒരു കടുക് വറുക്കലും വെള്ളിട്ട് അപ്പം സാമ്പാറായി. സാമ്പാർ ടേസ്റ്റ് എന്തായാലും കിട്ടും സാമ്പാറും പൊടി ഇട്ടുണ്ടാക്കുമ്പോ അല്ലേ. ഉമ്മച്ചി വരുമ്പോ അന്തം കൂടാണ് നമ്മളെ സാമ്പാർ. നമ്മളെ വക സാമ്പാർ നമ്മൾ വിചാരിച്ചാലും സാമ്പാറാവും എന്ന് ഉമ്മച്ചിക്ക് കാട്ടി കൊടുക്കണം. ഉണക്കല് അടിപൊളിയാവും. ഉള്ളിയായി, മുരിങ്ങാക്കായായി, കിഴങ്ങായി, വെണ്ടക്കയായി. വെണ്ടക്കയായി. ഇനി ഇതിക്ക് ഒരു മത്തൻ്റെ ചെറിയ കണ്ട ഇടണം. ഒരു ചെറിയൊരു വെള്ളരിൻ്റെ കണ്ടോ കേട്ടോ. അപ്പോൾ അതിക്കുള്ളതായി ഒരു തക്കാളി ഇടണം. ഓക്കെ, ഫ്രിഡ്ജിക്കണേ. മതി എന്നാൽ തന്നെ എല്ലാവരും പാടെ നമ്മൾ കുറേ ഉണ്ടാവുകയെ. പിന്നെ നമ്മളാകെ 3 ആളല്ലേ ഉള്ളൂ. ചൂടാവുമ്പോൾ അല്ലാതെ കൂടുതൽ വെച്ച് വെക്കാൻ പറ്റില്ല, കേട് വരും. കിട്ടണോ പച്ചമുളക് കയറിയില്ല. പിന്നെ തക്കാളി ഇട്ടിപ്പോൾ തക്കാളി ഇട്ടു, മുളക് ഇട്ടു, പിന്നെ വല്ലുള്ളി പേക്ക് ഇട്ടു, ക്യാരറ്റ്, മതി.
ചെറിയൊരു മത്തണ്ട സാമ്പാറല്ലേ എല്ലാം ഉണ്ടായിക്കോട്ടെ. സാമ്പാറിൽ ഐറ്റംസ് കുറേ വരും. ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അങ്ങനെ കയറിയിട്ടാൽ മതി. ചതക്കൊന്നും വേണ്ട, ചതച്ച ഇടുക സാമ്പാർ. ഇങ്ങനെ കയറി ചെറുതാക്കി കട്ട് ചെയ്തിടുക. ചെറിയ ഉള്ളി, വലിയ ഉള്ളി ഇട്ടാണ് ഓൾറെഡി. ചെറുള്ളിൻ്റെ ടേസ്റ്റിന് കുറച്ച് ഇതേപോലെ വെളുത്തുള്ളി ഇതാക്കിയിടുക. ഒന്ന് പൊട്ടിച്ചിട്ടാൽ മതി. ചുവക്കും മാത്രം ചതച്ചിടൂല സാമ്പാർക്ക്. കഷ്ണങ്ങളൊക്കെയാണ് സാമ്പാർക്ക് എല്ലാം ഇടുക. അങ്ങനെയാണ് സാമ്പാർ ഐറ്റംസ്, അങ്ങനെയല്ലേ. ചേർക്കാം നമുക്ക് മസാലപ്പൊടി. ഫസ്റ്റ് തന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് നമ്മളെ സാധാ മുളകല്ലേ, നമ്മൾ പൊടിച്ചതല്ലേ? അതാണ് ടേസ്റ്റ്. ഇത് നമ്മൾ പൊടിച്ചതല്ലേ അല്ലേ? ഇതാണ് നമ്മളിവിടെ വറുത്തരച്ച് പൊടിച്ച മുളകും പൊടി. എരിവ് വളരെ കുറവാണ്. എരിവ് കിട്ടൂല. ജീരകം, ഇത് ടേസ്റ്റ്. കുറച്ച് ജീരകപ്പൊടി, പേര് സാമ്പാർ പൊടി 2 ടീസ്പൂൺ ഇടാം. സാമ്പാറിന്റെ ടേസ്റ്റ് വന്നോട്ടെ. സാമ്പാറിന്റെ ടേസ്റ്റ് സാമ്പാർ പൊടി. കുറച്ചുപ്പ്, ആവശ്യത്തിന് ഉപ്പ്. അതില്ലേ ആവശ്യത്തിന് ഉപ്പ്. വെള്ളം പാടില്ലേ? 2 കപ്പ്. കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ കുറച്ച് ഡ്രൈ ഫിഷ് പൊരിക്കട്ടെ. വലിയ അറിയണ്ടല്ലോ. അടിപൊളി വന്നില്ലേ? കുടഞ്ഞിക്കണല്ലേ? വെള്ളം ഓവറായോ? കുറച്ചും കൂടെ വെച്ച് വറ്റിച്ചാൽ മതില്ലേ? ഇല്ല, അങ്ങനെ ഉടഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പാകല്ലേ? എനക്കും കുറവുണ്ടോ? കുറച്ചിട്ടേ കടുക് ഉപ്പ് തന്നാലും കേട്ടോ. അങ്ങനെയുള്ള ഊരല്ലേ? വറുത്ത് ചാറാക്കി സെറ്റപ്പാക്കി
കുറച്ച് കുറുകിയായിട്ടുണ്ട്. കഴിഞ്ഞ കൂടാറുമ്പേ എത്ര കേട്ടോ. കടുക് വറുത്ത് കടുകും കരിവേപ്പിൻ്റെ ഇല കെട്ട് കടുക് വറുത്ത് അടിപൊളി സാമ്പാർ സൂപ്പറാ. നന്നാവും പ്രതീക്ഷിച്ചില്ലേ? തവിയിലായിട്ടില്ല. അടുത്ത ചോറ് നട്ടെ. സാമ്പാറും കൂട്ടി ചോറ്